പ്രകൃതിയുടെ ശബ്ദം, പിന്നെ കുറച്ച് കുഞ്ഞു മനുഷ്യരുടെ അല്ലേ. കേട്ട് നിന്നു പോവും നമ്മൾ ഈ വെള്ളം ഒഴുകുന്ന ശബ്ദവും കാടിന്റെ ഈ ഒരു സൈലൻസും. പിന്നെ ഇടയ്ക്ക് കുറച്ച് വണ്ടിയുടെയൊക്കെ സൗണ്ട് ഉണ്ട്. ഇനിയുള്ള വീഡിയോയിലൊക്കെ ചിലപ്പോൾ ആൾക്കാരുടെയൊക്കെ പ്രസൻസ് കുറവായിരിക്കും കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞങ്ങളിതേ ഇവിടെ ഇറങ്ങി സൈറ്റ് സീയിങ്ങിന് നിന്നതാണേ. ഈ കാഴ്ചയൊന്ന് കണ്ടു നോക്കിയാൽ അറിയാം, നമുക്കൊന്നും മിണ്ടാതെ ഇതിങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. ഈ ഒരു വ്യൂവിന്റെ അറ്റത്തൊരു കുഞ്ഞു വീടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഈ കുഞ്ഞിക്കുറുമ്പി നിൽക്കുന്ന ഈ വഴി കണ്ടോ, ആ വഴിയുടെ അറ്റത്ത് ആ കാറ് നിൽക്കുന്നിടത്ത് ഒരു ഒറ്റ വീടാണ്. ആ വീട്ടിലേക്ക് താമസിക്കുന്നവർക്ക് എന്തൊരു ഭാഗ്യമാണല്ലോ ഞങ്ങൾ ആലോചിച്ചു. ചിലപ്പോൾ അവർക്ക് സിറ്റിയിൽ താമസിക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ നല്ല രസമായിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട്. ഈ കുഞ്ഞിക്കുറുമ്പി കയറിപ്പോകുന്ന എങ്ങടേക്കാന്നോ, ചേട്ടന്മാരും ചേച്ചിയും അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി കയറി പോണ പോക്കാണത്. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇറങ്ങി നിന്ന് ഇതെല്ലാം കണ്ടു. ഒരുപാട് സമയമെടുത്ത് കാണാനൊന്നും പറ്റിയില്ല ഞങ്ങൾക്ക്. മഴക്കാറ് കണ്ടോ, ഈ മഴക്കാർ ഇങ്ങനെ വെച്ച് വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ചെറിയ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മഴയും കിട്ടി. മൂന്നാർ ദേവികുളം റൂട്ടിലാണ് ഞങ്ങൾ ഈ ഇറങ്ങി നിന്ന് കാഴ്ച കണ്ട ഒരുവിധം എല്ലാ സ്ഥലങ്ങളും. ഇതുപോലെയുള്ള കൊച്ചരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു. തേയിലത്തോട്ടങ്ങളായിരുന്നു എല്ലായിടത്തും. ഈ ഒരു ആകാശവും ഈ കാഴ്ചകളും ഇതെല്ലാം നോക്കി നിന്ന് കാണാതിരിക്കാൻ പറ്റുമോ നമുക്കൊക്കെ? നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന അത്രയൊന്നും എനിക്ക് ചിലപ്പോൾ ഇതേപോലെ ക്യാപ്ചർ ചെയ്ത് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും നല്ല രസമാണ്. ചില സ്ഥലത്ത് വെയില്, ചില സ്ഥലത്ത് ഇരുണ്ടുകൂടി നിൽക്കുന്ന മേഘങ്ങള്, അങ്ങനെ പല പല രീതിയിലാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ പല കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടിമാലിയൊക്കെ ചെന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ഗ്യാപ്പ് റോഡ് വഴി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് കുറെ നാളെ ഞങ്ങൾ അന്വേഷിച്ചു കിടക്കുന്നു. ഇത് കാണാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് മിസ് ചെയ്തേനെ. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലായി, മീശപ്പുലിമലയിൽ മാത്രമല്ല കേട്ടോ, വേറെ പല സ്ഥലങ്ങളിലും മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ വെച്ച് തന്നെ കണ്ടു തീർത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ പതുക്കെ സ്പീഡൊക്കെ കൂട്ടി ഞങ്ങൾ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അതേ അമ്പിളിമാമനൊക്കെ എഴുന്നേറ്റ് വന്നു തുടങ്ങി. 6 മണിയായപ്പോഴത്തേക്കും. ഇരുട്ടായില്ലെങ്കിൽ കൂടിയും ഇതുപോലെ അത്യാവശ്യം കോടമഞ്ഞും ഇറങ്ങി. ഇതേ നോക്കിയേ, ഒരു പാറ ഇപ്പൊ വീഴുന്നുള്ള രീതിയിൽ നിൽക്കണുണ്ടോ. ഇതുപോലെ കുറെ റോഡുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു കടയിൽ കയറി ഞങ്ങൾ തേയിലയും കാപ്പിപ്പൊടിയൊക്കെ വാങ്ങിച്ചു. ഇവിടെ വരുമ്പോൾ നമുക്ക് വാങ്ങാതെ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ നേരെ നോക്കിയാൽ കാണാം, അത്യാവശ്യം കോട മൂടി തുടങ്ങി. ഫ്രണ്ടിലേക്ക് കാണാൻ പറ്റില്ലേ എന്നൊരു ഡൗട്ട് വന്നു തുടങ്ങിയപ്പോൾ മാക്സിമം സ്പീഡിൽ ഞങ്ങൾ വീട് എത്താനുള്ള പ്ലാനിലായിരുന്നു. പിന്നെ വഴി കണ്ട ഏതോ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചു. ആ ഹോട്ടൽ ഇപ്പോൾ റീസെന്റ് ഓപ്പൺ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂന്നാർ ട്രിപ്പ്.